സുയാം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അൽ ഇംസാക്ക് എന്നാണ്, പിടിക്കുക എന്നുള്ളതാണ്. പിടിക്കുക, അതിനാണ് ഇംസാക്ക് എന്ന് പറയുക. എന്നാൽ ശർഈ ആയ ഒരു അർത്ഥം ഉണ്ടാവും. ഏതൊരു വാക്കിനും ഭാഷാപരമായും ശർഈ ആയ ഒരു അർത്ഥം ഉണ്ടാകും. അഥവാ നമ്മുടെ ഫിഖഹിന്റെ ഇസ്തിലാഹിൽ അല്ലെങ്കിൽ ദീനിന്റെ ഇസ്തിലാഹിൽ നമ്മൾ പറയുന്നത് എന്താണ്? നോമ്പിന്റെ നിർവചനം ഹുവൽ ഇംസാക്കു അനിൽ മുഫ്തിറാത്ത് മിൻ തുലൂഇൽ ഫജ്രി ഇലാ ഗുറൂബി ശംസി തഖർറുബൻ ഇലല്ലാഹി തആല. നോമ്പ് എന്താണ് എന്നൊരാൾ നമ്മളോട് ചോദിച്ചാൽ അതിനുള്ള മറുപടിയാണിത്. അത് ഹുവൽ ഇംസാക്കു അനിൽ മുഫ്തിറാത്ത്, മുറിയുന്ന, നോമ്പിനെ മുറിച്ചു കളയുന്ന കാര്യങ്ങളിൽ നിന്നും നമ്മൾ പിടിച്ചു വെക്കണം. നോമ്പെടുക്കുന്ന വ്യക്തി പിടിച്ചു വെക്കണം. അങ്ങനെ ചില മുഫ്തിറാത്തുകളായ കാര്യങ്ങളുണ്ട്, അത് നമ്മൾ പിന്നീട് പഠിക്കും. അത്തരം കാര്യങ്ങളിൽ നിന്നും ഒരാൾ വിട്ടു നിൽക്കണം, സ്വദേഹത്തെ പിടിച്ചു വെക്കണം. എപ്പോൾ മുതൽ എപ്പോൾ വരെ? മിൻ തുലൂഇൽ ഫജ്രി ഇലാ ഗുറൂബി ശംസ്, തുലൂഇൽ ഫജ്ർ മുതൽ, പ്രഭാതോദയം മുതൽ, അഥവാ നമ്മുടെ ഫജറിന്റെ സമയം, നമ്മുടെ ക്ലോക്കിലുള്ള ഫജറിന്റെ സമയം, അതാണ് തുലൂഇൽ ഫജ്ർ എന്ന് പറയുന്നത്. ഇലാ ഗുറൂബി ശംസ്, സൂര്യാസ്തമയം വരെ. ഇപ്പൊ പ്രഭാതോദയം മുതൽ സൂര്യാസ്തമയം വരെ നമ്മൾ എന്ത് ചെയ്യണം? നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്നും നമ്മെ പിടിച്ചു വെക്കണം. തഖർറുബൻ ഇലല്ലാഹി തആല, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് സാമീപ്യം പ്രതീക്ഷിച്ചുകൊണ്ട്, പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട്, അഥവാ നീയത്ത് വേണം എന്ന് ചുരുക്കം. ഈ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് വരുമ്പോഴേ ഒരു കാര്യം നോമ്പാവുകയുള്ളൂ. ഇതിലേതെങ്കിലും ഒന്ന് വിട്ടുപോയാൽ നോമ്പാവൂല. ഉദാഹരണത്തിന് മുഫ്തറാത്തുകൾ കുറെ ഉണ്ട് നോമ്പ് മുറിയുന്ന, അതിലേതെങ്കിലും ഒരാൾ ഒഴിവാക്കിയിട്ടില്ല എന്ന് വിചാരിക്കുക, എങ്കിൽ അയാൾ നോമ്പുകാരനാണ് എന്ന് പറയില്ല, കാരണം അയാൾ നോമ്പ് പോയി. കാരണം ഹുവൽ ഇംസാഖു അനിൽ മുഫ്തിറാത്ത്, എല്ലാ നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്നും ഒരാൾ പിടിച്ചു വെക്കണം. ഇനി നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരാൾ പിടിച്ചു വെക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ സമയം തെറ്റിച്ചു. മിൻ തുലൂഇൽ ഫജ്ർ എന്നുള്ളത് മാറ്റിയിട്ട് ഒരാൾ തുലൂ ശംസ് മുതൽ തുടങ്ങിയെന്ന് വിചാരിക്കുക, സൂര്യോദയം മുതൽ തുടങ്ങിയെന്ന് വിചാരിക്കുക, നോമ്പ് ശരിയാകുമോ? ഇല്ല. കാരണം തുലൂഇൽ ഫജ്ർ, ഫജ്ർ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അത് പിടിച്ചു വെക്കണം. ഫജ്ർ ബാങ്കോട് കൂടിയാണ് നോമ്പ് ആരംഭിക്കുന്നത്. അതൊരാൾ അല്പം വൈകിപ്പിച്ച് ഞാൻ കുറച്ച് എഷ വരെ ആക്കാമെന്ന് വിചാരിച്ചാലോ അത് നടക്കൂല, നോമ്പായി പരിഗണിക്കുകയില്ല. ഇനി വേറൊരാൾ വിചാരിക്കുകയാണ് ഞാൻ കുറച്ച് നേരത്തെ അർദ്ധരാത്രി തന്നെ തുടങ്ങാം, എന്നിട്ടൊരു അസർ ആകുമ്പോൾ ഒരാൾ നോമ്പ് മുറിക്കാൻ വിചാരിച്ചാലും അതും ശരീഅത്തിൽ നോമ്പായി പരിഗണിക്കപ്പെടുകയില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച നോമ്പ് എവിടെ വരെയാണ്? മഗ്രിബ് വരെയാണ്. അതാണ് മിൻ തുലൂഇൽ ഫജ്ർ ഇലാ ഗുറൂബി ശംസ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ സമയത്താണ് നമ്മൾ നോമ്പിന്റെ മുറിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടത്. അത്രയേ നിൽക്കേണ്ടതുള്ളൂ. തഖർറുബൻ ഇലല്ലാഹി തആല, അത് അവസാനത്തെ ഖൈദാണ്, അവസാനത്തെ നിബന്ധനയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട്, റബ്ബിന്റെ സാമീപ്യം പ്രതീക്ഷിച്ചായിരിക്കണം നോമ്പ് എടുക്കേണ്ടത്. അതല്ലാതെ എടുത്തു കഴിഞ്ഞാൽ അത് ശരീഅത്തിൽ നോമ്പെന്ന് പറയില്ല. ചിലപ്പോൾ ഭാഷാപരമായി ഒരാൾ വ്രതം അനുഷ്ഠിച്ചു എന്ന് പറയാം. ഉദാഹരണത്തിന് ഒരാൾ നോമ്പെടുക്കുന്നതിന്റെ പ്രധാനപ്പെട്ട നിയ്യത്ത് ഒരു 30 ദിവസം നോമ്പെടുത്തിട്ട് എന്റെ തടിയൊന്ന് കുറക്കണം, അല്ലെങ്കിൽ കൊളസ്ട്രോൾ കുറക്കണം, ഷുഗർ ശരിയാക്കണം, ഇതേ നിയ്യത്തുള്ളൂ. അള്ളാഹുവിൽ നിന്നൊരു പ്രതിഫലം ഒരാൾ പ്രതീക്ഷിക്കുന്നില്ല എങ്കിൽ നാളെ റബ്ബിന്റെ അടുക്കൽ ചെന്നെത്തുമ്പോൾ അതിനൊന്നും പ്രതിഫലം നമുക്ക് കാണാൻ സാധിക്കുകയില്ല. നമ്മൾ ദുനിയാവിൽ പട്ടിണി കടന്നു എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശരീഅത്തിൽ നോമ്പാവണമെങ്കിൽ തഖർറുബൻ ഇലല്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സാമീപ്യം പ്രതീക്ഷിച്ച്, അവനിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം പ്രതീക്ഷിച്ച് സഹോദരങ്ങളെ ഒരാൾ ചെയ്യണം. അഥവാ നിയ്യത്തിന്റെ പ്രാധാന്യമാണ് അതിന്റെ നിർവചനത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.